ഹായ് ഫ്രാൻസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഏത് വിഭാഗത്തിൽ പെടുന്ന ഫിലിമുകളാണ്? പലതരം ഫിലിമുകൾ വരുന്നുണ്ട്, പല ജോണറിലുള്ള പടങ്ങൾ വരുന്നുണ്ട്. ഫാമിലി, ആക്ഷൻ, കോപ്പ് ഡ്രാമ, ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്. എനിക്ക് ത്രില്ലർ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ത്രില്ലർ മൂവീസ് ഞാൻ ഭയങ്കരമായിട്ട് വെച്ച് കഴിഞ്ഞൊരു വലിയ സ്റ്റാർ വാല്യൂ കാസ്റ്റിംഗ് ഒന്നും ഇല്ലെങ്കിലും വലിയ ഡയറക്ടർ ഒന്നുമില്ല. പടം ത്രില്ലർ ആണെങ്കിൽ ഞാൻ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. അപ്പം അടുത്ത് വന്ന് ഒരുപാട് നല്ല പടങ്ങളൊക്കെ ഉണ്ട്. ഗോള എന്നൊരു പടം നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് കണ്ട പടമായിരുന്നു, ത്രില്ലറായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടൊരു പടമാണ്. അതുപോലെ തന്നെ ഇപ്പം 2 ദിവസം മുമ്പ് ഒരു കണ്ട പടം ബിഗ് ബാൻ, അതൊരു ത്രില്ലർ മൂവിയായിരുന്നു. ത്രില്ലർ ഫാമിലി വിഭാഗത്തിൽപ്പെടുത്താവുന്ന മൂവിയായിരുന്നു. അപ്പോൾ നമ്മളെ ഏറ്റവും നല്ല ത്രില്ലർ മൂവീസ് എന്ന് വെച്ചാൽ ഒരുപാട് പടങ്ങൾ എടുത്ത് പറയാനുണ്ട്. ഒരുപാട് പടങ്ങളുണ്ട്, നമുക്ക് ടോപ്പ് 10 ഒന്നും പറയാൻ പറ്റും. ഒരുപാട് പടങ്ങളുണ്ട്. മെമ്മറീസ്, ദൃശ്യം, അങ്ങനെ കുറേ പടങ്ങളുണ്ട് എടുത്തു പറയാനുണ്ട്. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു നമ്മുടെ രാജേഷ് പിള്ള സംവിധാനം ചെയ്ത വേട്ട എന്നൊരു മൂവി. വേട്ട എന്നൊരു ട്രാഫിക്കിന് ശേഷം ആൾ ചെയ്യുന്നൊരു മൂവിയാണ്. അതിന് മുമ്പ് 3 പടം സംവിധാനം ചെയ്യുന്നൊരു പടത്തിൻ്റെ പേര് കറക്റ്റ് ഓർക്കുന്നില്ല. അതിൽ ട്രാഫിക് വമ്പ ഹിറ്റായിരുന്നു. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ശരിക്കൊരു വിപ്ലവം സൃഷ്ടിച്ച പടമാണ്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു പടമാണ്. നമ്മുടെയൊക്കെ ട്രാഫിക്കിനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു ജീവൻ രക്ഷിക്കാമെന്നൊക്കെ തെളിയിച്ച അതിന് ശേഷം അത് സംബന്ധമായിട്ട് അത് ഇൻസ്പിറേഷൻ കൊണ്ടിട്ട് ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് നടന്നിട്ടുണ്ട്. ഭയങ്കര പോസിറ്റീവായിട്ടൊരു മൂവിയാണ്. എപ്പോൾ വന്നാലും നമ്മൾ ഇരുന്ന് കാണുന്നൊരു പടം തന്നെയാണ് ട്രാഫിക്, രാജേഷ് പിള്ളയുടെ. അപ്പോൾ ഈ പടം വേട്ട എന്നൊരു പടത്തിൽ ഷാൻ റഹ്മാനായിട്ട് അതിന് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ പടം കാണുന്ന സമയത്ത് ത്രില്ലിങ് സാധനങ്ങൾ നമ്മൾ മൊബൈലിലൊക്കെ കണ്ടെങ്കിൽ കൂടി ആ മ്യൂസിക് നമുക്ക് ഭയങ്കര എഫക്റ്റ് കിട്ടി. ഞാൻ തിയേറ്ററിൽ കണ്ടുള്ള പടമാണ്, പക്ഷെ എനിക്ക് കറക്റ്റ് കുറേ കാര്യങ്ങൾ ഓർമ്മ കിട്ടില്ല. അത് ഒന്നുകൂടി കാണാൻ കാരണം ശരിയാലും 1-2 ഭാഗങ്ങൾ ഇന്നലെ കണ്ടപ്പോൾ ഇത് കണ്ടതാണ്. ഷാൻ റഹ്മാനാണ് മ്യൂസിക് ചെയ്തുള്ളൂ. എൻ്റെ മോനെ പടം മഞ്ജു വാര്യർ ആദ്യമായിട്ട് ശ്രീബാല എന്നൊരു ക്യാരക്ടറിൻ്റെ പേര് ശ്രീബാല എന്ന് തോന്നുന്നു, പോലീസ് ഉദ്യോഗസ്ഥരുടെ വേഷത്തിലെത്തുന്നു. മെബിൻ്റെ ക്യാരക്ടർ കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രജിത്ത്, പിന്നെ സനുഷ് ഒരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. പിന്നെ കാതൽ സന്ധ്യ. ഒരു ഡയലോഗുണ്ട്, മരണത്തേക്കാൾ വലിയ വേദന കൂടപ്പെട്ട ഒപ്പമുള്ള ആളുകൾ ചതിക്കുമ്പോഴാന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ട്. അത് ഭയങ്കര നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന സാധനം. വാട്സപ്പ് സ്റ്റാറ്റസ് സ്റ്റോറീസ് ഒക്കെ ആയിട്ട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഭയങ്കര രസം പിടിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവി ആട്ടെ. എനിക്ക് അന്ന് ആ പടം കണ്ട സമയത്ത് എനിക്ക് ഇത്ര തോന്നിയിട്ടില്ല. അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ആയത്, സ്കൂളിൽ കിടക്കുന്ന പീഡനങ്ങളും കാര്യങ്ങളും, കുട്ടികൾക്കെതിരെയുള്ള കാര്യങ്ങളും, അതൊക്കെ നമുക്ക് കുറേ വർക്കൗട്ടായിരുന്നു. പക്ഷെ ഇത് ഇന്നലെ കണ്ട സമയത്തുണ്ടല്ലോ, അത് എടുത്ത രീതി, രാജേഷ് പിള്ള നമ്മളൊക്കെ വിട്ടുപോയി. ആൾ ചെയ്ത പടങ്ങളിൽ മൂന്നാമത്തെ പടമാണ്. അത് എടുത്ത മേക്കിങ് രീതി, ഷാൻ റഹ്മാന്റെ മ്യൂസിക്, ചാക്കോച്ചൻ വേറെ ലെവലിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. മഞ്ജു വാര്യർ കിഡുമായിട്ടുണ്ട്. ഇന്ദ്രജിത്ത് ഇൻവെസ്റ്റിഗേഷൻ നല്ലൊരു ത്രില്ലർ മൂവിയാണ്. പടം കാണാത്തവർ കാണണേ. കാരണം ഇപ്പോൾ കാണുമ്പോൾ പടം വേറെ മൂഡാണ് കിട്ടുന്നത്. കാരണം നമ്മുടെ മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഈ പടം ഇന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ട് അത് മെയിനായിട്ട് വീഡിയോ ചെയ്യാൻ കാരണം ഈ പടം ഇന്ന് ഇറങ്ങണമെന്ന് വെച്ചെങ്കിൽ ഒരു ബോംബെ ഇൻഡസ്ട്രി ഹിറ്റാണ്. പക്ഷെ ആ പടം അന്ന് ഇറങ്ങിയോണ്ട് കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട്. വലിയ ബോക്സ് ഓഫീസിൽ വലിയ സംഭവമായ പടമൊന്നുമല്ല. പക്ഷെ ഇന്ന് ഇറങ്ങണമെന്ന് വെച്ചെങ്കിൽ BGM, ഷാൻ റഹ്മാന്റെ മ്യൂസിക്കും എടുത്ത് സംവിധാനത്തിന്റെ മികവും അഭിനയവും പെർഫോമൻസുകളൊക്കെ വലിയ ചർച്ചയാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. വേട്ട എന്നൊരു മൂവി ശരിക്കും നമ്മുടെ കാലഘട്ടത്തിൻ്റെ സബ്ജക്റ്റാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ, ഇൻവെസ്റ്റിഗേഷൻ രീതി, ത്രില്ലർ, ഇൻ്റർവെല്ലിൽ വേറെ മൂഡ് പിടിച്ചിട്ട്, ഇൻ്റർവെല്ലിൽ കുറച്ച് ലാഗ് ഉണ്ടെങ്കിൽ കൂടി നൈസാണ് പടം. ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് കാണണേ. ത്രില്ലർ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, ഒരുപാട് ആളുകളൊന്നും ഈ പടത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ട്. നമ്മളെപ്പോലെ എല്ലാ പടം കാണുന്ന ആളുകളുടെ ഇടയിൽ പെട്ടൊരു പടമായിരിക്കും ഇത്. ചാക്കോച്ചൻ്റെ വേറെ ലെവൽ പെർഫോമൻസ് ആണ്. അത് ഇൻവെസ്റ്റിഗേഷൻ പോകുന്ന രീതിയിൽ പറയുന്ന ഓരോ ഡയലോഗ്സ് പഞ്ച്, സെലിബ്രിറ്റിയെ മരിക്കുന്ന സമയത്താണ് അത് വലിയ വാർത്തയാണ്. നമ്മുടെ ഇടയിൽ അറിയാം. സാധാരണക്കാർ മരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വാർത്തയല്ല, ഒന്നുമല്ല. ഇങ്ങനെ മരിച്ചു വന്ന് കുറച്ച് ദിവസം അതിൻ്റെ പിന്നാലെ മീഡിയകൾ കഴിഞ്ഞു. പക്ഷെ സെലിബ്രിറ്റി ആകുമ്പോൾ അതിൻ്റെ എൻഡിൽ വരെ എത്തും. ആരാണത് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി എൻഡിൽ വരെ എത്തുന്നുണ്ട്. പൊളിറ്റീഷ്യൻ അങ്ങനെ സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ആരായാലും അപ്പം അത് പറയും. സാധാരണക്കാരൻ്റെ ജീവനോട് വിലയില്ല എന്ന് പറയുന്ന ഡയലോഗ് മുതൽ ഒരുപാട് കാര്യങ്ങൾ മീഡിയനും എല്ലാവരും കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ, മഞ്ജു വാര്യരുടെ ലൈഫിലും ഇന്ദ്രജിത്ത്, അതുപോലെ തന്നെ ഇവർ 3 പേരുടെ ലൈഫിൽ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ് ആണിത്. ഇത് കഥയിലേക്ക് പോകാത്തെന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ കണ്ടോട്ടെ വെച്ചിട്ട് അത് കണക്റ്റായിട്ട് ഉള്ള കുറേ പടങ്ങൾ. മഞ്ജു വാര്യർ ഭയങ്കര സീരിയസ് ആയിട്ട് ഫാമിലി നോക്കുന്ന ആൾ, ഫാമിലി ഭയങ്കര അടുത്ത് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പക്ഷേ ജോലിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ട് ചെയ്യുന്നു. നല്ല രീതിയിൽ മഞ്ജു വാര്യർ ഫസ്റ്റ് പോലീസ് വേഷം തന്നെയായിരുന്നു കേട്ടത്.
നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചാക്കോച്ച ആദ്യം പറഞ്ഞു അത് ലുക്ക് കാര്യങ്ങൾ, എനിക്ക് ആ ലുക്ക് പിന്നെ എനിക്ക് ഓർമ്മ വന്ന് പെട്ടെന്ന് അത് പിടിച്ചിട്ട് ചെയ്തൊരു സംഭവം. ആ മാനറിസം ഒക്കെ എനിക്ക് കിട്ടിയത് അഞ്ചാം പാതിരയിലാണ്. ദറിയത്തിന് പിന്നെ പറയണ്ട, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പടം കാണില്ലേ ഒന്ന് വൺസ് കാണണം. ത്രില്ലർ പടം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ പടം മസ്റ്റ് വാച്ച്. രാജേഷ് പിള്ള ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല, ശരിക്കും ആളെ ഇങ്ങനെ നമുക്ക് ശരിക്കും മിസ് ചെയ്ത് പോകും. അല്ല നല്ല നല്ല പടങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ആളുണ്ടെങ്കിൽ വരാവുന്നതുള്ളൂ. ഇത് ഫുഡ് സംബന്ധമായിട്ടെന്തോ ക്യാൻസർ കാര്യങ്ങളൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഫുഡ് ഇല്ലാണ്ട് വലിച്ചു വാരി തീറ്റയ്ക്ക് ആയിട്ട് എന്തോ മരണകാരണം എന്നൊന്നും കേട്ടില്ല, കറക്റ്റ് ഓർമ്മയില്ല. ശരി, വേത്രൽ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ ഈ പടം കാണുക. എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ത്രില്ലർ മൂവീസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിട്, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ആ പടം കണ്ടിട്ട് നമ്മളൊന്ന് എൻ്റർടൈൻ ചെയ്യട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.